സാധാരണക്കാരൻ ആയിരുന്നെങ്കിൽ ഇപ്പോൾ ജയിലിലായേനെ. ആനക്കൊമ്പ് കേസിൽ മോഹൻലാൽ നിരപരാധിയാണോ? ലാലേട്ടനും റാപ്പർ വേടനും രണ്ട് നീതിയോ? ഇപ്പോൾ ആളുകൾ പറയുന്ന വാദം എന്തിനു വേണ്ടി? ഇപ്പോഴിതാ വീണ്ടും സോഷ്യൽ മീഡിയ കുത്തിപ്പൊക്കിക്കൊണ്ടുവന്നിരിക്കുകയാണ് മോഹൻലാലിന്റെ ആനക്കൊമ്പ് കേസ്. കഴിഞ്ഞ ദിവസമാണ് കേരളക്കരയെ ഞെട്ടിച്ച സംഭവം നടന്നത്. റാപ്പർ വേടൻ എന്ന പേരിൽ അറിയപ്പെടുന്ന 30 വയസ്സുള്ള ഹിരൺദാസ് മുരളി കഞ്ചാവ് കേസിൽ അറസ്റ്റിലാകുന്നത്. അതായത് കഞ്ചാവ് കൈവശം വെച്ചതിന് വേടന് ജാമ്യം ലഭിച്ചെങ്കിലും വേടനെ മാലയിലെ പുലിപ്പല്ല് അങ്ങ് ചതിച്ചു. റാപ്പർ വേടനെതിരെ പുലിപ്പല്ല് കൈവശം വെച്ചതിന് വനംവകുപ്പ് കേസെടുത്തിരിക്കുകയാണ്. അതും മൃഗവേട്ട ഉൾപ്പെടെയുള്ള വകുപ്പുകൾ ചുമത്തി. എന്നാൽ ആയിരക്കണക്കിന് യുവാക്കളുടെ ആരാധനാമൂർത്തിയായ റാപ്പർ വേടന് ആരാധകൻ നൽകിയ സമ്മാനമാണ് ഈ പുലിപ്പല്ല്. എങ്ങനെയാണ് പുലിപ്പല്ല് വേടന്റെ കൈവശം വന്നതെന്നാണ് സോഷ്യൽ മീഡിയയും ചോദിക്കുന്നത്. പക്ഷേ ഇത് പുലിപ്പല്ല് തന്നെയെന്ന് വേടൻ പറയുമ്പോഴും സോഷ്യൽ മീഡിയയിലെ ചിലർക്ക് അതത്ര സഹിക്കുന്നില്ല. വേടൻ അറസ്റ്റിലായതോടെ സോഷ്യൽ മീഡിയയിലും വലിയ ചർച്ചകളാണ് ഇപ്പോൾ നടക്കുന്നത്. മോഹൻലാലിന്റെ ആനക്കൊമ്പ് കേസാണ് ഇപ്പോൾ ചർച്ചാ വിഷയം. മോഹൻലാലിനും വേടനും എന്തുകൊണ്ടാണ് രണ്ട് നീതി എന്നാണ് ചോദിക്കുന്നത്. ഇങ്ങനെ ചോദിക്കുന്നവർ മുൻപന്തിയിൽ തന്നെയുണ്ട്. ഇവിടെയും ജാതിയുടെയും നിറത്തിന്റെയും പേര് പറഞ്ഞ് പ്രതിരോധം തീർക്കുന്ന ശബ്ദങ്ങളെയും നമുക്ക് കാണാൻ സാധിക്കും. കാരണം ഇപ്പോൾ സോഷ്യൽ മീഡിയ കമന്റുകളാണല്ലോ എല്ലാം നല്ലതും ചീത്തയുമെല്ലാം തീരുമാനിക്കുന്നത്. അതുപോട്ടെ, നമുക്ക് നോക്കാം ഇന്ന് സോഷ്യൽ മീഡിയ അറിയാൻ ആഗ്രഹിക്കുന്ന ലാലേട്ടന്റെ ആനക്കൊമ്പ് കേസ് എന്താണെന്ന്. 2011 ഡിസംബർ 21 ആദായ നികുതി വകുപ്പ് മോഹൻലാലിന്റെ കൊച്ചി തേവരയിലെ വീട്ടിൽ നടത്തിയ പരിശോധനയിലാണ് ആനക്കൊമ്പുകൾ കണ്ടെത്തിയത്. അതും 2 ജോഡി ആനക്കൊമ്പുകൾ. അന്നത് വലിയ വാർത്തയായി നിറഞ്ഞു നിന്നു. പിന്നീട് ആദായ നികുതി വകുപ്പ് ഈ കേസ് വനം വന്യജീവി വകുപ്പിന് കൈമാറുകയാണ് ചെയ്തത്. ആനക്കൊമ്പ് കേസുമായി ബന്ധപ്പെട്ട 2015 ഡിസംബർ 2 കോടതിയിൽ വനംവകുപ്പ് റിപ്പോർട്ടും നൽകി. കോടനാട് ഫോറസ്റ്റ് റേഞ്ച് ഓഫീസറാണ് അന്തിമ റിപ്പോർട്ട് നൽകിയത്. അന്ന് ആനക്കൊമ്പ് കേസിൽ 1-ാം പ്രതി മോഹൻലാലായിരുന്നു. ഇതേ രീതിയിൽ തന്നെയാണ് വേടന്റെ പുലിപ്പല്ല് കേസ് പോലീസ് വനം വന്യജീവി വകുപ്പിന് കൈമാറിയത്. മോഹൻലാലിന്റെ കേസിൽ കൃഷ്ണൻകുട്ടി എന്ന ആന ചൊരിഞ്ഞപ്പോൾ താരത്തിന് സമ്മാനമായി കിട്ടിയ കൊമ്പുകളാണെന്നാണ് കണ്ടെത്തിയത്. അതുപോലെ അതും ഈ കേസിലെ തന്നെ പ്രതികളിൽ ഒരാളായ കൃഷ്ണകുമാറാണ് ആനക്കൊമ്പ് താരത്തിന് സമ്മാനമായി കൊടുത്തത്. കൃഷ്ണൻകുട്ടി എന്ന ആന കൃഷ്ണകുമാറിൻ്റെതാണ്. അതിനാൽ തന്നെ കൊമ്പുകൾ കാട്ടാനയുടേതല്ലെന്നും വനംവകുപ്പ് റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. അന്ന് ഭരണത്തിൽ വനം മന്ത്രി തിരുവഞ്ചൂർ രാധാകൃഷ്ണനായിരുന്നു. മന്ത്രി തന്നെ മുൻകൈയെടുത്ത് ആനക്കൊമ്പ് തിരിച്ചു മോഹൻലാലിന് നൽകുകയും ചെയ്തു. അതായത് മോഹൻലാലിന്റെ കേസിൽ പറയുന്നത് കണ്ടെത്തിയ ആനക്കൊമ്പ് താരം വിലയ്ക്ക് വാങ്ങിയിട്ടില്ല എന്നും മറിച്ച് സമ്മാനമായി ലഭിച്ചതാണെന്നും വനംവകുപ്പ് തന്നെ പറയുന്നുണ്ട്. അതേസമയം ഇപ്പോൾ നിങ്ങൾക്ക് തോന്നാം വേടനും പുലിപ്പല്ല് വിലയ്ക്ക് വാങ്ങിയതല്ലോ, സമ്മാനമായി ലഭിച്ചതല്ലേ എന്ന്. പക്ഷേ ഇവിടെ 2 വ്യത്യാസമാണുള്ളത്. ഇന്ത്യയിൽ പുലിയെ ആരും വളർത്താറില്ല, ആനയെ പോലെ അതിന് നിയമവുമില്ല എന്നാണ്. ഇവിടെയാണ് മോഹൻലാലിന്റെ കേസും റാപ്പർ വേടന്റെ കേസും തമ്മിലെ പ്രധാന വ്യത്യാസം. അന്ന് മോഹൻലാൽ ആനക്കൊമ്പ് കേസിൽ കൃത്യമായ നിയമ നടപടികൾ സ്വീകരിച്ചിരുന്നു. അതിനായി 2015 കേസ് നിലവിലുള്ളപ്പോൾ തന്നെ താരം ആനക്കൊമ്പ് കൈവശം വയ്ക്കാൻ അനുമതി തേടി സർക്കാരിനെ സമീപിച്ചിരുന്നു. അതിൽ എങ്ങനെയാണ് ആനക്കൊമ്പ് കിട്ടിയതെന്നും അതിന്റെ സോഴ്സും വ്യക്തമാക്കിയാണ് കൈവശ അവകാശത്തിന് അപേക്ഷ സമർപ്പിച്ചത്. അന്വേഷണത്തിൽ ആനക്കൊമ്പ് എങ്ങനെ താരത്തിന്റെ കൈവശം എത്തിയെന്നും വനംവകുപ്പ് കണ്ടെത്തുകയും ചെയ്തു. പിന്നീട് പെരുമ്പാവൂർ കോടതിയിൽ ലൈസൻസ് കൈവശമുള്ളതുകൊണ്ട് ഈ കേസ് നിലനിൽക്കില്ല എന്നും കേസ് അവസാനിപ്പിക്കണമെന്നും ആവശ്യപ്പെട്ട് അപേക്ഷ നൽകുകയും ചെയ്തു. എന്നാൽ കോടതി ഇത് അംഗീകരിച്ചില്ല. ഇതുമാത്രമല്ല, സംഭവത്തിൽ പ്രതികൾക്ക് നോട്ടീസ് അയക്കുകയും ചെയ്തു. തുടർന്ന് മോഹൻലാലും സർക്കാരും ഹൈക്കോടതിയെ സമീപിക്കുകയാണ് ചെയ്തത്. ഹൈക്കോടതി ഈ അപേക്ഷ പരിഗണിക്കുകയും ചെയ്തു. പെരുമ്പാവൂർ കോടതി വിധി റദ്ദാക്കുകയും ചെയ്തു. ആനക്കൊമ്പ് കേസിന്റെ തുടർ നടപടി സ്റ്റേ ചെയ്യാനും ഉത്തരവിട്ടു. ഒപ്പം മോഹൻലാലിന് ലൈസൻസ് നൽകിയതിനെതിരെ എറണാകുളം സ്വദേശി പൗലോസ് എന്നയാൾ നൽകിയ കേസും കോടതി തള്ളുകയാണ് ചെയ്തത്. മോഹൻലാലിന് നിയമപ്രകാരമാണ് ലൈസൻസ് നൽകിയതെന്നും ഹൈക്കോടതി പറഞ്ഞു. ഈ കേസിൽ ഹർജിക്കാരന്റെ ലക്ഷ്യം പ്രശസ്തി മാത്രമാണെന്നും ഹൈക്കോടതി നിരീക്ഷിച്ചു. ഇപ്പോൾ ആനക്കൊമ്പ് സൂക്ഷിക്കാൻ മോഹൻലാലിന് അനുമതിയുണ്ട്. ഇത് മറച്ചുപിടിച്ചാണ് ഇന്ന് സോഷ്യൽ മീഡിയയിൽ കയറി കുപ്രചരണം നടത്തുന്നത്. പക്ഷേ ഒരു കാര്യം കൂടിയുണ്ട്. ആനക്കൊമ്പ് കേസ് കോടതിയുടെ പരിഗണനയിൽ തന്നെയാണ്. അതായത് നിലവിലുള്ള പ്രൊസീജിയർ എല്ലാം തന്നെ സ്റ്റേ ചെയ്തു നിൽക്കുകയാണ്. ഈ കാര്യത്തിനെ വേടനുമായി താരതമ്യപ്പെടുത്തുന്നത് ശരിയാണോ എന്ന് നിങ്ങൾ തന്നെ പറയണം. അതായത് വന്യജീവികളുടെ ശരീരഭാഗങ്ങൾ വീടുകളിൽ സൂക്ഷിക്കുന്നതിന് ഇന്ത്യൻ നിയമം അനുസരിച്ച് പൂർണ്ണമായ നിരോധനമുണ്ടായിരുന്നു. പിന്നീട് 2003 ഭേദഗതി പ്രകാരം ഇതിന് ലൈസൻസും ഏർപ്പെടുത്തി. അതായത് വ്യക്തികൾക്ക് കൈവശം വെക്കാമെന്നായി. ഇന്ന് ഇന്ത്യയിലെ നിയമം അനുസരിച്ച് വന്യമൃഗങ്ങളുടെ ശരീരഭാഗങ്ങൾ ഒരു തരത്തിലും വ്യക്തികൾക്ക് കൈവശം വെക്കാൻ അനുമതിയില്ല. ഇത്തരം സംഭവങ്ങളിൽ വ്യാപാരം നടത്താനും ഒരു നിയമവും അനുവദിക്കുന്നില്ല.
അങ്ങനെ വന്യജീവികളുടെ ശരീരഭാഗങ്ങൾ സൂക്ഷിക്കണമെങ്കിൽ നിയമപ്രകാരം ആ വസ്തു ലഭിച്ചതിനെപ്പറ്റി കൃത്യമായ വിവരവും തെളിവുകളും സർക്കാരിന് നൽകണം. അങ്ങനെ നൽകുമ്പോഴാണ് ലൈസൻസ് ലഭിക്കുക. ഈ നിയമം നിലവിലുള്ളത് മൃഗങ്ങളുടെ വേട്ടയാടലും വിൽപ്പനയും തടയാൻ വേണ്ടിയാണ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.